1960കളിൽ കാർ റേസിംഗ് ലെജൻഡായ ജോൺ കൂപ്പർ അദ്ദേഹം മിനിയുടെ കഴിവ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അതിനെ ട്രാക്കിലോട്ട് കൊണ്ടുവന്നു. മോണ്ടോ കാർലോ റൈലി പോലെയുള്ള വലിയ വലിയ റേസുകളിൽ അതതിൻ്റെ വിജയം കാണിച്ചു. അങ്ങനെയാണ് JCW അഥവാ ജോൺ കൂപ്പേഴ്സ് വർക്ക് എന്ന പെർഫോമൻസ് ലെജൻഡ് ജനിച്ചത്. ചെറിയ സൈസിൽ വലിയൊരു ആത്മാവിനെ ഒളിപ്പിച്ച ബ്രാൻഡ് ആൻഡ് ഓൾസോ ട്രാക്കുകളിൽ ജനിച്ച് റോട്ടിൽ രാജാവായി മാറിയ ഒരു ബ്രാൻഡ് മിനി. യെസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാഗൺ. ഇന്ന് മോട്ടോർ വാഗൺ നിങ്ങൾക്കായി കൊണ്ടുവന്നത് മിനി കൂപ്പർ കൺട്രിമാൻ എസ് JCW. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ബമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ എ മസ്കുലാർ ഹുഡ്. ഇത് രണ്ടുമാണ് നോർമൽ കൺട്രിമാനിന് JCWനെ വ്യത്യസ്തമാക്കുന്നത്. ആൻഡ് ഓൾസോ സെൻറ്ററിലൊരു മിനിയുടെ ലോഗോ വന്നിട്ടുണ്ട്. വെൻ വി ചെക്ക് ദ ഗ്രിൽസ് ഒരു എസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ലൈറ്റ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു 2 ലൈറ്റ്സ് വന്നിട്ടുണ്ട്, ഹെഡ് ലാമ്പ്, പിന്നെ താഴെ 2 ഫോഗ് ലാമ്പ്സും വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ചെക്ക് ചെയ്യുമ്പോൾ ഫുൾ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് മിനി കൂപ്പർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇൻറ്റീരിയർ ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്. റൂഫ് ആയാലും സീറ്റ്സ് ആയാലും ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പോർട്ടി റെഡ് സ്റ്റിച്ചസിൽ വന്നിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തത്. അതിൽ തന്നെ ജോൺ കൂപ്പേഴ്സ് വർക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ കൺട്രോളിങ്ങും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ക്രൂയിസ് കൺട്രോളിൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് വീലിന് ആക്സസ് ആണ്. പാഡ് ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ ഇതിൽ തന്നെ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ സെൻട്രൽ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ബ്ലൂ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ട്രാൻസ്മിഷന് കാര്യങ്ങൾ വരുന്നത്. ഇലക്ട്രിക്കലി ഒരു പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മീഡിയയുടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നാവിഗേഷൻ മാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ മീഡിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മിനി കൂപ്പർ അതിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് റൗണ്ട് സിസ്റ്റത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വോയിസ് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിന് ഇവിടെ ഒരു ലൈറ്റ്നിങ് എസ്തറ്റിക് ഫീൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെയാണ് AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കോ പാസഞ്ചർക്കും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനും 2 ക്ലൈമറ്റ് ആയിട്ടാണ് വരുന്നത്. അതും ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ AC വേറെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. താഴോട്ട് വരികയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ട്രാക്ഷൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ മോഡ്സ് വരുന്നത് ഗ്രീൻ, മിഡ്, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 3 മോഡ്സാണ് വരുന്നത്. സ്പോർട്ട് മോഡാണ് ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോഡൽ. മിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡാണ് നമ്മൾ നോർമൽ ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ് വരുന്നുണ്ട്, അതായത് മിനിമലിസം. അതാണ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡ്സാണ് വരുന്നത്. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർക്കുള്ള കൺട്രോളും ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്വിച്ച് ആംബിയൻ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ആംബിയൻ ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് സൺറൂഫിൻ്റെ കാര്യങ്ങൾ വന്നത്. സൺറൂഫിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സൺറൂഫാണ് വന്നത്. സണ്ണിൻ്റെ ഷെയ്ഡ് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇത് നമുക്ക് സ്വിച്ചിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ബാക്ക് സീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിൽ നമുക്കൊരു AC വെൻറ്റിലേഷൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നോക്കിയാൽ നമുക്ക് കാണാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം വന്നത് ഹെർമൻ കാഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കൂടിയാണ്. ഈ വാഹനത്തിൽ ഒരു 3 ആൾക്ക് റിയലി കംഫർട്ടായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. മിനി കൂപ്പറിൻ്റെ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 3 ആൾക്ക് ബാക്കിലിരുന്ന് പോകാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ വാഹനത്തിൽ. ഹൈറ്റ് നോക്കുകയാണെങ്കിലും മോശമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ബാക്കിലത്തെ സൺറൂഫ് നോക്കുകയാണെങ്കിൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഷെയ്ഡ്സ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ അത് പറ്റില്ല. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വീൽസ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് മിനി കൂപ്പർ. പിന്നെ ഒരു ബ്ലാക്ക് മിറേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ക്രോം എലമെൻസിലായിട്ടാണ് ഹാൻഡിൽസ് കാര്യങ്ങൾ മിനി കൂപ്പർ കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ റോഡ്സിന് ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ മിനി കൂപ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മിനി കൂപ്പർ മേക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ്സും അതുപോലെ തന്നെ സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
ആൻഡ് ഓൾസോ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് കാര്യങ്ങൾ മിനി കൂപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സൈറ്റിംഗ് പാർട്ടായിട്ടുള്ള ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി വരുന്ന ഈ ഒരു വാഹനം വെൽ മെയിൻറ്റെയിൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 55,000 കിലോമീറ്റേഴ്സ് ഓടി ഫുൾ കമ്പനി സർവീസസോട് കൂടിയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങളുടെ ഗാരേജിലോട്ട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us on below number and see you in the next video. Signing off. Bye.